എന്ന് വിചാരിച്ചു. ഇതൊരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും ഒരുമാതിരിയൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? വെറുതെ ഒരു റാക്ക് പോലെ അല്ലേ? അപ്പം ഈ മുട്ട കണ്ടല്ലോ അല്ലേ? ഇത് അപ്പോൾ നമുക്ക് ഈ മുട്ട ഓരോന്നായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന എങ്ങനെ? ഇതൊരു മുട്ട വയ്ക്കുന്നൊരു റാക്കറ്റാണ് അല്ലേ? റാക്ക്. ആ, റാക്കറ്റല്ല, എന്താണ് തമാശയായി പോയി. റാക്ക്, സോറി റാക്ക്. റാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ മുട്ട ഇടാം. കോഴിയല്ല, ഞാനാണ് മുട്ട ഇടുന്നത്. അപ്പോൾ ഒരു മുട്ട ഇട്ടു, രണ്ടാമത്തെ മുട്ട ഇട്ടു, മൂന്നാമത്തെ മുട്ട ഇട്ടു. ദാ മുട്ട പോകുന്നു. പേടിക്കണ്ട, പൊട്ടില്ല മുട്ട. ഈ മുട്ട പൊട്ടില്ല. ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ വഴി. മുട്ട ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ മുട്ട ഇട്ടുകൊണ്ടേയിരിക്കും. മുട്ട പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മുട്ട ഒന്ന് ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മുട്ട നോക്കാം. അതാ പോയി മുട്ട. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. മുട്ട പൊട്ടുകയില്ല. കണ്ടോ, ആ മുട്ട പുറത്തേക്ക് ചാടി പോന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കവറ് വെച്ച് ഇവിടെ അടച്ച് വയ്ക്കാം. അയ്യോ, ഈ മുട്ടയെ നമുക്കിവിടെ അടച്ച് വയ്ക്കാം അല്ലേ? ഈ മുട്ടയല്ലേ പിന്നെയും ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. മുട്ടയിട്ട് എൻ്റെ ഊപ്പാട് വരും. അതുകൊണ്ട് നമുക്ക് അടുത്ത മുട്ട ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് മുട്ട സേവ് ചെയ്യാനൊരു. അപ്പോൾ എടുക്കുന്നത് നമുക്ക് എളുപ്പമുണ്ട്. ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മുട്ട പൊട്ടി പോകും. അതൊക്കെ ഇടാം, അല്ലെങ്കിൽ മുട്ട പൊട്ടി പോകും. അപ്പോൾ ഇങ്ങനെ മുട്ട ഈ മുട്ട ഇങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മളൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ, മുട്ടയല്ലേ? അപ്പോൾ ഈ മുട്ട ഇങ്ങനെ ആവട്ടെ. അപ്പോൾ മുട്ട ഇങ്ങനെ ആക്കി. അപ്പോൾ ഇങ്ങനെ 2-3 മുട്ടയും കൂടെ ഇനിയും പോരുന്നതായിരിക്കാം. അപ്പോൾ ഒരു മുട്ടയും കൂടെ ഇവിടെ ഇടാം. അപ്പോൾ ഈ മുട്ട എടുക്കുന്ന ഇനിയും പോരും അല്ലേ? ശരിക്കും പോരുന്നതാണല്ലോ, ഇന്നും പറ്റി. അപ്പോൾ മുട്ട ഇങ്ങനെ ഇട്ടു. അപ്പോൾ എല്ലാ മുട്ടയായി. ഇനി ഇവിടെയും ഈ മുട്ട ഇങ്ങനെ. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു മുട്ട എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് മുട്ട ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ മുട്ട എടുക്കാം. അടുത്ത മുട്ട എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ആ മുട്ട വയ്ക്കുകയാണെങ്കിൽ പൊട്ടുമൊന്നുമില്ല കേട്ടോ. ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. നോക്കിക്കേ, ഈ മുട്ട ഇങ്ങനെ എടുക്കാം. ഉണ്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇതൊരെണ്ണം ഇങ്ങനെ അടച്ചു വെച്ചത്. അപ്പോൾ നമ്മളൊരു റാക്കിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ മുട്ട ഇവിടെ ഇരുന്നോളൂ. ഇനി ഇവിടെ ഒരു മുട്ടയും കൂടെ പോയി. അപ്പോൾ എത്ര മുട്ട ഇതിനകത്ത് നമ്മൾ സൂക്ഷിക്കാം? നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 മുട്ട നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ ഈ മുട്ടയും കൂടെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ. അത് നമുക്ക് ബാക്കി വേറൊരു മുട്ട ഇതിൽ സാധാരണഗതിയിൽ അല്ലേ? എനിക്ക് ഒരു മുട്ടയും കൂടെ പോരുന്നു തോന്നുന്നു അല്ലേ? പോരും ഒരു മുട്ടയും കൂടെ. അല്ലല്ല, ഒരു മുട്ടയും കൂടെ പോരും. ഇതാ വേണ്ട. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 മുട്ട ഉള്ളൂ ഇതിനകത്ത്. നല്ല രസമല്ലേ കാണാനായിട്ട്? എന്ത് നിലയായിട്ട്. അപ്പോൾ ഇതിലും വലുത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇതുപോലെ 3 എണ്ണം ഉള്ളതാണ് മേടിച്ചേക്കുന്നത്. ഇത് ഇവിടെ നിന്നുള്ളതല്ല കേട്ടോ. ഇത് ഇവിടെയും കിട്ടുമായിരിക്കും. ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മുട്ട സേവർ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നല്ല ഒരു ഐഡിയ അല്ലേ? മുട്ട സൂക്ഷിച്ച് വയ്ക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ സ്ഥലവും നമുക്ക് കുറച്ച് മതി. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ വലുത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും കിട്ടുമായിരിക്കും നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. താങ്ക് യു ഫോർ വാച്ചിങ്.